ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 5 വിന്നറായിരുന്ന അഖിൽ മാരാരുടെ ഒരു FB പോസ്റ്റ് സോഷ്യൽ മീഡിയാസിലെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസ് നോട്ടീസാണ്. പരാതിക്കാരി ശോഭ വിശ്വനാഥും ബിഗ് ബോസ് സീസൺ 5 അഖിൽ മാരാരുടെ കൂടെ തന്നെ മത്സരിച്ച മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണ്. ശോഭയ്ക്ക് 4ാം സ്ഥാനമാണ് ലഭിച്ചത്. നമുക്കെല്ലാവർക്കും അത് സീസൺ 5 കണ്ടവർക്ക് അറിയാൻ പറ്റും ശോഭയെ. ബാക്കി ഞാൻ വായിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു സ്ത്രീ പരാതി കൊടുത്താൽ CRPC സെക്ഷൻ 153 പ്രകാരം കേസെടുക്കണം. അതുകൊണ്ട് കേസെടുത്ത് എന്നാണ് അവർ പറയുന്നത്. എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്നും പറഞ്ഞു. ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു. ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു. നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ. ശോഭയ്ക്കെതിരെ ധന്യരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പെന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച്. അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം ധന്യരാമന്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ്, പാവങ്ങളുടെ പേരിൽ ബിസിനസ്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ധന്യരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ്. സീസൺ 5 ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉള്ളതായി എനിക്കറിയില്ല. എന്നാൽ കൈക്കൂലി കൊടുത്തു, അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ അവിടെ കയറിയതേ സംശയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. 3 പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറയ്ക്കലും പോലുള്ള മറ്റു ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വെച്ചു. ഒരമ്മ തൻ്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു. വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും 4ാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ടു നടക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറം നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നു. ഇവരെ പോലെയുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെയിൽ അർഹത ഉള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും. സ്ത്രീയും പുരുഷനും തുല്യരാണ്. പക്ഷേ സ്ത്രീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറയാം. അതായത് അഖിൽ മാരാർ ഈ പോസ്റ്റ് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്നൊന്ന് നോട്ടീസാണ്, പോലീസിൽ നിന്നൊരു നോട്ടീസ് കിട്ടുന്നു. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ശോഭ ആരാണെന്ന് നമ്മൾക്കറിയാം. സീസൺ 5 കണ്ട എല്ലാ ആളുകൾക്കും അറിയാം ശോഭ വിശ്വനാഥ് ആരാണെന്ന്. അവരതിൽ മത്സരിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ശോഭ അവിടെ 100 ദിവസം തികയ്ക്കാൻ വേണ്ടി വന്നാണ്. നമുക്കറിയാം ശോഭ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ 100 ദിവസത്തേക്കുള്ള സാരിയും അതുപോലെ ശോഭയ്ക്ക് ഉറപ്പായിരുന്നു കപ്പ് കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയോടെ ഇരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ കപ്പ് വാങ്ങിക്കാൻ വരുമ്പോൾ ഞാൻ എൻ്റെ കല്യാണ സാരി ഉടുത്ത് വരും എന്നൊക്കെ പറഞ്ഞ ആ സാരിയൊക്കെ കൊണ്ടുവന്ന ഒരാളാണ് ശോഭ. പക്ഷേ എന്ത് ചെയ്യാം, പ്രേക്ഷക വിധി പ്രകാരം അഖിൽ മാരാർ 1ാം സ്ഥാനത്ത് എത്തുന്നു. അതുപോലെ ശോഭയ്ക്ക് 4ാം സ്ഥാനമാണ് കിട്ടിയത്. പക്ഷെ ഇപ്പോഴും ഈ 4ാം സ്ഥാനം കിട്ടിയ ആള് എൻ്റെ കപ്പ തട്ടിയെടുത്തു, അഖിൽ മാരാർ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യം തോന്നുന്നു. മറ്റൊന്നുമല്ല, ഈ കപ്പ് എന്ന് പറയുന്ന അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും എടുത്തുകൊണ്ട് ഓടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് പ്രേക്ഷകരുടെ വോട്ടെല്ലാം നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖിൽ മാരാർക്ക് ആ കപ്പ് കിട്ടിയത്. അപ്പോൾ അത് 4ാം സ്ഥാനമാണ് ശോഭ കിട്ടിയത്, 2ാം സ്ഥാനം പോലും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ശോഭ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പോക്സോ കേസ് കൊടുക്കുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാം. അന്ന് ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്നല്ലോ സീസൺ 5. സീസൺ 6 ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതുപോലെ തന്നെ സീസൺ 5 ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അഖിൽ മാരാരുടെ ഭാര്യയും 2 മക്കളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കുട്ടികളോട് ആരോ ചോദിച്ചു, നിങ്ങൾ അച്ഛൻ തല്ലാറുണ്ട്, അച്ഛൻ കുറുമ്പനാണോ, അച്ഛൻ നിങ്ങൾ ഉപദ്രവിക്കുക, അങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ ഞങ്ങൾ തല്ലാറുണ്ട് എന്നാ കുട്ടികൾ പറഞ്ഞു. അതാണ് ഇപ്പോൾ പോക്സോ കേസ് എന്ന് പറഞ്ഞു വരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അച്ഛനമ്മമാര് മക്കളെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, വളർത്തുകയും ചെയ്യുന്ന അച്ഛനമ്മമാർക്ക് മക്കളെ വഴക്ക് പറയാനും തല്ലാനും യാതൊരു അധികാരമില്ലെന്നാണോ ശോഭ മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ല, എനിക്ക് അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കണം. അവർക്ക് അവരുടെ മക്കൾക്കില്ലാത്ത പരാതി അല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്കില്ലാത്ത പരാതിയാണ് ഇപ്പോൾ ശോഭയ്ക്കുള്ളത്. അതും സീസൺ 5 കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായപ്പോൾ ഇപ്പോഴാണ് പരാതിയും കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ ശോഭ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നതെന്ന്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഖിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കുറേ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ
ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. എന്നാലും അതായത് നമുക്കൊരു അവിടെ മത്സരിക്കാനായിട്ട് വന്ന ഒരാൾ, അദ്ദേഹത്തിന് കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ ഒരു ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കരാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ കുറച്ച് സംസാരങ്ങളും അതുപോലെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. പല കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിനെ ശരിവെച്ചും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കമൻസ് വന്നു. അതിനെ ശരിവെച്ചും അതുപോലെ അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് വീഡിയോകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന് വാർണിംഗ് എല്ലാം കിട്ടിയ പ്രശ്നം കുറച്ച് ഗുരുതരമായ രീതിയിൽ അവർ സംസാരിച്ച് ഇങ്ങനെയൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതിൻ്റെ പേരിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഭീഷണികളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നെല്ലാം പറയുന്നുണ്ട്. അതിലൊന്നും പേടിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ശോഭ കയറി ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത്. ഇത്രയും നാളില്ലാത്തൊരു പരാതിയാണ് പെട്ടെന്ന് ശോഭയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പലരുടെയും കമൻറ്റുകൾ, അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ആ കമൻറ്റിലൊക്കെ പലരും പറയുന്നത് അപ്പോൾ ശോഭയാണല്ലേ അതിലെ ആ അഖിൽമാരാർ പറഞ്ഞ വീഡിയോയിലെ ആള് ശോഭയാണല്ലേ, കാരണം ഇത്രയും കണ്ടസ്റ്റൻസും ഇത്രയും മത്സരാർത്ഥികളിൽ ആർക്കും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമവുമാണ് ശോഭയ്ക്ക്. ഇപ്പോൾ കേസ് കൊടുക്കുന്നു, പരാതി കൊടുത്തു വരുന്നു, അതുപോലെ പോക്സോ കേസ് കൊടുക്കുന്നു ശോഭ ഒക്കെ. അപ്പോൾ എന്താണ് ശോഭയുടെ ഉദ്ദേശം എന്ന് ഏകദേശം ആ ഒരു വീഡിയോ, അഖിൽമാരാരുടെ ആ ഒരു വീഡിയോ, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആ വീഡിയോയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വീഡിയോയും എല്ലാം കണ്ട ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. മറ്റുള്ള ആർക്കും ഇല്ലാത്തൊരു പരാതിയും പ്രശ്നങ്ങളുമായിട്ട് കേസ് കൊടുക്കുന്നു, ശോഭ ഇപ്പോൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ശോഭയ്ക്കുള്ള കൂടി തന്നെ തോണ്ടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കള്ള എന്ന് വിളിക്കുമ്പോൾ, കള്ളൻ കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ, കള്ള എന്ന് വിളിക്കുമ്പോൾ കള്ളൻ എന്തോ എന്ന് വിളിയാക്കുമ്പോൾ മനസ്സിലാവും ഇവൻ കള്ളനാണ്. ആ ഒരു പഴഞ്ചൊല്ല് പണ്ടുണ്ട്. അതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ശോഭയുടെ ഈ ഒരു പെരുമാറ്റം കൊണ്ട്. നമ്മൾക്കെതിരെ പല ആൾക്കാരും പലതും പറയുമ്പോൾ നമ്മൾക്കതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ അല്ലല്ലോ പറയുന്നത്, പിന്നെ നമ്മളെന്തിനു പ്രതികരിക്കണം? പക്ഷെ ഉള്ളിലൊരു കള്ളത്തരമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് പ്രതികരിക്കുക അത് തന്നെയാണല്ലോ പറഞ്ഞത് എന്നുള്ള രീതിയിൽ അങ്ങനെ പല ആൾക്കാരും, അതായത് പല കമന്റുകളും വരുന്നുണ്ട് ശോഭയ്ക്കെതിരെയായിട്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടത് കുറേ സോഷ്യൽ മീഡിയാസിൽ ചർച്ചയാകുന്നുണ്ട്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പോക്സോ കേസിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവമാണ് അവരിപ്പോൾ ഇത്ര വലിയ ഇതായിട്ട് മക്കളെ തല്ലി എന്ന് പറഞ്ഞ് അവരിപ്പോൾ കൊടുത്തിരിക്കുന്ന കേസ് ഇതാണ്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ടെലികാസ്റ്റിൽ നമ്മൾ കണ്ടതാണ്, കുട്ടികൾ സംസാരിക്കുന്നതെല്ലാം. പക്ഷേ അതിനുശേഷം ഇവർ പുറത്തിറങ്ങിയ ഒരുപാട് വീഡിയോസ്, അച്ഛനും മക്കൾ തമ്മിൽ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. ആ കുട്ടികളുടെ സംസാരം എല്ലാം കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡാണ്. അവർ ചിന്തിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ അഡ്വാൻസ് ലെവലിലാണ് നിന്നിട്ടാണ്. അത് ശോഭയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ശരി, ഈ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ. അതുപോലെ തന്നെ പിന്നെ ഞാൻ അഖിൽമാരാരുടെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇത്ര നാൾ അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ ശോഭ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും പല കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതായത് ഫാമിലി റൗണ്ട് ഇപ്പം ഈ സീസൺ 6 കഴിഞ്ഞതാണ്. അപ്പോൾ അതുപോലെ സീസൺ 5 ഫാമിലി റൗണ്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ ശോഭയുടെ വീട്ടുകാർ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു റൗണ്ട് പോലും, ആ ഫാമിലി റൗണ്ട് പോലും വേണ്ട എന്ന് ബിഗ് ബോസിലുള്ള എല്ലാവരും ഒന്നോ രണ്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ ആരോപണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 1-2 പേര് ഇതിന് ചുക്കാൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാർ അവർ ഫാമിലി റൗണ്ട് പോലും വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഫാമിലി റൗണ്ട് വേണ്ട എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശോഭയുടെ പാരൻസ് വരില്ല, അതുകൊണ്ട് മറ്റാരുടെയും വരണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, ഇപ്പോൾ ഫാമിലീസ് വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം, റിട്ടേൺ ടിക്കറ്റും എല്ലാം എടുക്കണം, അവരുടെ എക്സ്പെൻസ് എല്ലാം നോക്കണം, അതൊക്കെ ഒരു എക്സ്പെൻസാണ്. ആ ഒരു എക്സ്പെൻസ് കൊണ്ടാണ് നമുക്കിപ്പോൾ ഫാമിലീസ് വേണ്ട എന്ന് പറയുന്നതിൽ ഒരർത്ഥമുണ്ട്. അല്ലാതെ നിങ്ങൾ ശോഭയുടെ ഒരു കണ്ടസ്റ്റൻറ്റിന് വീട്ടിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ വീട്ടുകാർ വരരുതെന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടും ആൾക്കാർ വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ആ റൗണ്ട്, അതായത് ആ ഫാമിലി റൗണ്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ അഖിൽ പറഞ്ഞതുപോലെ തന്നെ 2-3 ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത്. പക്ഷെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞില്ല. അതുപോലെ കണ്ടസ്റ്റൻസ് ആരായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ നമുക്ക് ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ് ശോഭ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശോഭ ഇനി ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ മറ്റാരുടെയും കളിപ്പാവയായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക യന്ത്രം മിഷ്യൻ കൊടുക്കുന്ന ഒരു പാവ പോലെ അവർ ഇത്ര നാളില്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം ശോഭയ്ക്ക് മാത്രമുള്ളത്. അപ്പോൾ ഞാൻ വിഷയം മാറിപ്പോയി. അപ്പോൾ ഈ ഒരു ഫാമിലി റൗണ്ടിൽ ശോഭയുടെ വീട്ടുകാർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയും അതിനുശേഷം ശോഭയുടെ വീട്ടുകാർ വരാമെന്ന് പറയുന്നു. ശോഭയുടെ ബ്രദറിനെ കൊണ്ടുവരാനാണ് ആദ്യം നോക്കിയത്. പക്ഷെ ബ്രദർ വരില്ല എന്ന് വാശി പിടിച്ചപ്പോൾ അച്ഛനും അമ്മയും വരികയാണെങ്കിൽ അവരുടെ കൂടെ ഒരു ശോഭയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കണ്ടതാണ്. ആ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനമ്മയും അകത്ത് കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്കറിയാം ബിഗ് ബോസിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. 2 പേരും മാത്രമാണ് ഫാമിലി റൗണ്ടിൽ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ
ഇപ്പം നമുക്കറിയാം ജാസ്മിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും അച്ഛനും ബാപ്പയും ഉമ്മയെല്ലാം വന്നപ്പോൾ അവരുടെ സഹോദരൻ, പൊന്നൊന്ന് വിളിക്കുന്ന സഹോദരനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് 2 പേർക്ക് മാത്രമേ ഇവിടെ അലോഡ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ശോഭയുടെ വീട്ടുകാർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവർ 3 പേരാണ് വന്നത്. ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതെല്ലാം കണ്ടതാണ്. അപ്പം അതിനെക്കുറിച്ചെല്ലാം അഖിൽമാരാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. അത് ശോഭ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ ശോഭയ്ക്ക് ഈ ഒരു കാര്യങ്ങൾ, അതായത് ബിഗ് ബോസിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ആ ഒരു ആരോപണങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തന്നെ വീഡിയോ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശോഭയ്ക്ക് യാതൊരു പ്രതികരണവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ അഖിലിനെതിരെ ശോഭ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കേസ് എന്താണെന്ന് പോലീസുകാരോട് ചോദിച്ചിട്ട് അവർക്കും വ്യക്തതയില്ല എന്തിനെതിരെയാണ്. അതായത് സ്ത്രീ കേസ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കതിന് ഒരു പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റ് വളരെ വ്യക്തമായിട്ട് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പരാതികളും കാര്യങ്ങളും. പക്ഷെ എനിക്ക് പരാതി കൊടുത്തത് അതൊന്നുമില്ല. ഞാൻ കുട്ടികളെ തല്ലി, അഖിൽമാരാർ സ്വന്തം മക്കളെ തല്ലി എന്ന് പറഞ്ഞിട്ട് ശോഭ കേസ് കൊടുത്തു എന്ന് കേട്ടപ്പോഴാണ് ഞാനൊന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം മക്കളുള്ള അച്ഛനമ്മമാർക്കും അവർ ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടാൽ തല്ലും ശിക്ഷിക്കും, പിണങ്ങും. അതൊക്കെ സ്വാഭാവികമാണ്. അത് കുടുംബമായി കഴിയുന്ന ആൾക്കാർക്ക്, മക്കളെ വളർത്തുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശോഭ അതിനൊക്കെ കയറി കേസ് കൊടുത്തെന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കാരണം കൂടുതലും പോക്സോ കേസിലോട്ടൊക്കെ എത്തിക്കേണ്ട മാത്രം ഒരു പ്രശ്നമുണ്ടോ? അത് നമുക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇത്രമാത്രം പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അവർ ആ ഷോയിൽ നിന്ന് ഇറങ്ങിയത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഗെയിമായിരുന്നു, ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ നിലപാടുകൾ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേറൊരു വിരോധവും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അവർ ഈ ഒരു കാര്യത്തിൽ ഇതുപോലത്തെ ഒരു കേസൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ ബുദ്ധിയില്ലേ? അത്രയും ബുദ്ധിയില്ലേ? അവിടെ ഇവർ മാത്രമല്ലല്ലോ, ഇപ്പം കോടിക്കണക്കിന് ആൾക്കാരും കൂടി കണ്ട ഒരു ഷോയാണ് അത് മാത്രമല്ല, ഈ പുറത്തിറങ്ങിയതിന് ശേഷം ഈ കുട്ടികളും ഇതിൻ്റെ അമ്മയും ഇവരെല്ലാം ഒരുമിച്ച് സുഖമായി തന്നെയാണ് അവർ താമസിക്കുന്നതും. അവരുടെ ഒരുപാട് വീഡിയോസും നമ്മൾ കാണുന്നതാണ്, ഷോർട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ മക്കൾക്കും അമ്മയ്ക്കില്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഇവർക്ക് എന്നുള്ളത് മക്കളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് നമുക്ക് എന്തായാലും മനസ്സിലാകും. മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും, അതായത് ഈ ആരോപണങ്ങൾ, ബിഗ് ബോസിനെതിരെയുള്ള ഈ ആരോപണങ്ങൾക്കെതിരെയുള്ളൊരു മറുപടി ആയിട്ടാണോ എന്ന് പോലും നമ്മൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. നമുക്കൊരു സംശയമുണ്ട്. കാരണം ആരായാലും സംശയിച്ചു പോകും. പെട്ടെന്ന് ഈ ഒരു നിമിഷത്തിൽ ഈ ബിഗ് ബോസിനെതിരെ സംസാരിച്ച് അതിൻ്റെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക, കുട്ടികൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശോഭയ്ക്ക് എന്താണ് പ്രശ്നം? ശോഭയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? പിന്നെ കപ്പ് കിട്ടില്ല എന്ന് പറയുമ്പോൾ ശോഭയുടെ സ്ഥാനം ആരാണ് 4ാം സ്ഥാനത്താണ് ശോഭ. അപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന റനീഷയാണെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. ഇത് 1ാം സ്ഥാനം 2 അല്ല 3 അല്ല 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ശോഭയാണ്. ശോഭയ്ക്ക് കിട്ടേണ്ടിരുന്ന കപ്പ് അഖിലെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ശോഭയ്ക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഇത് മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അടുത്ത സീസൺ 6ൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസം എടുത്ത് കഴിഞ്ഞാൽ അടുത്ത കപ്പ് ഒരാൾക്ക് കിട്ടും. അതുവരെ തിരി നിൽക്കുന്ന സന്ദർഭത്ത് പോലും ഇപ്പോഴും ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് കിട്ടേണ്ട കപ്പ് കിട്ടിയില്ല, ആ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്ന ഇവരെ ഇപ്പം നമ്മൾ ആ സീസൺ 5ൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ ശോഭയ്ക്കെതിരെയൊക്കെ കുറേ ഇവള് വേഷമാണ്, കാളകോട് വേഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മെസ്സേജുകൾ അതിപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനെതിരെയും പറഞ്ഞിട്ടുണ്ട്, അഖിലിനെതിരെയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും വീഡിയോ ഇടുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു മനസ്സിൽ ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലൊക്കെ കളിപ്പാവയായിട്ട് നിന്ന് ഒരാൾക്കെതിരെ കേസ് കൊടുക്കുക, അതൊക്കെ വളരെ മോശം കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ബോക്സോ കേസ് അതെന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നു. കാരണം അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ഈ കേസൊന്നും, അതായത് ഇതിലൊന്നും യാതൊരു കഴമ്പും ഇല്ല എന്ന് അറിയുമ്പോൾ ഇവർ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടും. അപ്പോൾ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താവും ഇതിൻ്റെ റിസൾട്ട്. അതായത് ഇനി ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും കമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.